സംസ്ഥാന വ്യാപകമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ മയക്കുമരുന്നുകളുടെ വ്യാപനം വളരെ രീതിയിൽ വർദ്ധിക്കുകയും അതിലൂടെ വയലൻസും പല സ്ഥലങ്ങളിലും കാണപ്പെട്ടതിനെ തുടർന്ന് എക്സൈസ് വകുപ്പ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിൽ മയക്കുമരുന്നുകൾക്കെതിരെ കേസുകൾ കണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ ഇതുവരെ മാർച്ച് മാസം 5-ാം തീയതി മുതൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൽ 87 NDPS കേസുകളും 420 കോട്ട്പ കേസുകളും കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഓച്ചിറയിൽ നിന്നും 10.5 കിലോ കഞ്ചാവും 36 കഞ്ചാവ് ചെടികളും ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തി. അതിലെ 1-ാം പ്രതി മോളി എന്ന് വിളിക്കുന്ന മനീഷ് എക്സൈസിൻ്റെ തന്നെ MDMA 106 ഗ്രാം കേസിലെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രതിയാണ്. ഞാനെതിരെ 2.5 ഗ്രാം MDMA മറ്റൊരു കേസുണ്ടായിരുന്നു. 106 ഗ്രാം MDMA എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. 20 വർഷത്തിന് മേൽ ശിക്ഷ ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടിയാൻ്റെ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ വസ്തുവകകൾ ആർജിച്ചിട്ടുണ്ടെങ്കിൽ അതും കെട്ടാവുന്ന രീതിയിലുള്ള കേസാണത്. ജില്ലയിലെ എക്സൈസിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുകയാണ്. പോലീസും എക്സൈസും ഒന്നിച്ച് യോജിച്ചാണ് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലാണ് ഈ പ്രവർത്തനം നടപ്പാക്കി വരുന്നത്. ഓച്ചിറയിൽ നേരത്തെ എടുത്ത ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പാർട്ടി അവിടെ എത്തിയത്. ഈ പ്രതി മുൻ കേസുകളിലെ പ്രതിയാണ്, അറസ്റ്റ് ചെയ്യാനുള്ളവനാണ്. പാർട്ടി എത്തുന്നതനുസരിച്ച് അവൻ അവിടുത്തെ അണ്ടർഡോഗിനെ തുറന്നു വിട്ട് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. 3-4 ഇനത്തിൽപ്പെട്ട ഡോഗുകളാണ് അവൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നത്. അതിനെ മൊത്തം തുറന്നു വിട്ടു. പ്രതിയെ സാഹസികമായാണ് നമ്മുടെ പാർട്ടി കീഴ്പ്പെടുത്തിയത്. മുഖ്യപ്രതി ഞാൻ പറഞ്ഞു, മോളി എന്ന് വിളിക്കുന്ന മനീഷ്, അവനെ അറസ്റ്റ് ചെയ്തു. അവൻ്റെ കൂട്ടാളി അനിൽകുമാറിനെയും അഖിൽ കുമാറിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃഷി ചെടിച്ചട്ടികളിലും മറ്റുമായിട്ട് വെള്ളമൊഴിച്ച് വളമൊക്കെ നൽകി വളർത്തി വരികയായിരുന്നു. ഏകദേശം ഒരു 1.5-2 മാസം പ്രായമായ ചെടികളാണ് കണ്ടെത്തിയത്. 40 സെൻറ്റിമീറ്റർ വരെ ഉയരം ഉണ്ടായിരുന്നു. അത് കൊണ്ടുവരുന്ന കഞ്ചാവിൽ നിന്നും നല്ല വിത്ത് ശേഖരിച്ച് കൃഷി ചെയ്യുകയായിരുന്നു. മൊത്ത വിതരണക്കാരനായിരുന്നു. അതിലെ അന്വേഷണം നടന്നു വരികയാണ്. ബാക്കി CDR ഒക്കെ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയെങ്കിലേ ബാക്കിയുള്ളവരെ കുറിച്ച്. നിരീക്ഷണത്തിലായിരുന്നു. NDPS നിയമത്തിൽ കടുത്ത ശിക്ഷകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കേസ് മീഡിയം ക്വാണ്ടിറ്റിയാണ്. പക്ഷേ മനീഷിൻ്റെ പേരിൽ മുൻ കേസുകളുള്ളതുകൊണ്ട് വർദ്ധിച്ച ശിക്ഷ തന്നെ കിട്ടും. 10 വർഷത്തിൽ ഒതുങ്ങില്ല, അതിനുമേലുള്ള ശിക്ഷ തന്നെ കിട്ടും. അതിൽ MDMA കേസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷാ കാലാവധിയും പൂർത്തിയാക്കിയ ശേഷമേ അവന് പുറത്തിറങ്ങാൻ ഒക്കൂ. ആ ഒരു രീതിയിലാണ് കേസ്. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് വിൽപ്പന കൊടുക്കുകയോ ചെയ്താൽ അതും വർദ്ധിച്ച ശിക്ഷയാണ് NDPS നിയമം പറയുന്നത്. ഈ രീതിയിലുള്ള എല്ലാ നിയമ നടപടികളും ഇതിലെ പ്രതികൾക്ക് അവരെ ശിക്ഷിക്കുന്നതിനുള്ള പരിരക്ഷ ഉറപ്പാക്കിയായിരിക്കും കുറ്റപത്രം നൽകുന്നത്. സംയുക്ത പരിശോധനകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. അതിൽ പല സ്ഥലങ്ങളിലും കേസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അത്തരം പരിശോധനകൾ ശക്തമായി നടത്തും. ജില്ലയിൽ തന്നെ 5 മാസമേ ആയുള്ളൂ ആ കേസ് എടുത്തിട്ട്. ആ കേസിൽ ഇവൻ ഒളിവിലായിരുന്നു. അതിലൂടെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. MDMA 103 ഗ്രാമാണ് പിടിച്ചത്.
അത് 1/2 ഗ്രാം പോലും 10 വർഷത്തിന് മേൽ ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്. അതുപോലെ തന്നെ സ്കൂൾ വെക്കേഷനോടനുബന്ധിച്ച് എക്സൈസ് അവധിക്കാലം വിദ്യാർത്ഥികൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള പദ്ധതികളും വിമുക്തിയായിട്ട് ചേർന്ന് ആലോചിച്ച് വരികയാണ്. അത് നടപ്പാക്കുക, ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് നടപ്പാക്കുക തന്നെ ചെയ്യും. വിമുക്തിയുടെ പ്രവർത്തനവും നല്ല രീതിയിൽ എക്സൈസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകളുണ്ട്. രക്ഷകർത്താക്കളും PTA-യും എല്ലാം ഇപ്പോൾ അതിൽ താല്പര്യം പ്രകടിപ്പിച്ച് ഈ ഒരു അപകടസ്ഥിതി കണ്ട് എല്ലാവരും നല്ല രീതിയിൽ താല്പര്യത്തോട് അതിനെ സമീപിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഭാവിയിൽ നടന്നു പോകും. അതിൽ ഡോക്ടറെ പോസ്റ്റ് ചെയ്തത് കാലാവധി കഴിഞ്ഞ് അവസാനിച്ചതാണ്. പുതിയ ഡോക്ടറെ ഇൻ്റർവ്യൂ 2 പ്രാവശ്യം നടത്തിയെങ്കിലും അതിൽ ആരെയും സെലക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ അതിനുള്ള പോസ്റ്റിംഗ് നടക്കും.